മിനിസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹർദവമായ സ്വാഗതം. ഇന്നത്തെ തിരുവചനം 1 കൊരിന്ത്യർ 1:9 വാക്യം. നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നമ്മെക്കുറിച്ചാണ് പറയുന്നത്. ആരെക്കുറിച്ചാണ്? ബോണഗെയിൻ, വീണ്ടും ജനം പ്രാപിച്ച ദൈവമക്കളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചുണർത്തുകയാണ്. നിങ്ങൾക്ക് ഒരു വിശ്വസ്തനായ ദൈവമുണ്ട്. എവിടെയുള്ളവർക്കാ? യേശു ക്രിസ്തുവിൻ്റെ, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ജീവപര്യന്തം വിശ്വസ്തനായി നിങ്ങളെ പരിപാലിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ കാര്യമാണല്ലോ. തീർച്ചയായും. കാരണം ഇന്നത്തെ കാലഗതി എന്ന് പറയുന്നത് വളരെ വൈഷമ്യമുള്ളതായ, വളരെ പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ആയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലം എന്ന് പറഞ്ഞൊരു മണ്ഡലമൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതെല്ലാം ആകപ്പാടെ വല്ലാത്ത വൈതരണികളിൽ എത്തിത്തീർന്നിരിക്കുകയാണ്. അതെല്ലാം മാനുഷികമായ പണികളായതുകൊണ്ടാണ് തകർന്നു പോകുന്നത്. യേശു കർത്താവ് പറഞ്ഞത് എന്താ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ സഭ അതാണ് കൊരിന്ത്യയിലായിട്ട് നമ്മൾ വായിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. നിങ്ങളായിരിക്കുന്നതായ ആ സംവിധാനം തകരപ്പെടുകയില്ല. വ്യക്തികളെ കൊണ്ട് പണത്, വ്യക്തികൾ അവരുടേതായ ഇഷ്ടത്തിന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ തകർന്ന് തരിപ്പണമാകുകയാണ്. ഒരുമാതിരി നാറ്റം വമിക്കുന്ന അനുഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് അതേ ദീർഘവീക്ഷണത്തിലൂടെ അതേ കാണുവാൻ കഴിയുന്ന വ്യക്തികൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ചില ചിന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇത്രയും അധപ്പതിക്കുമോ കാര്യങ്ങൾ? തീർച്ചയായും അധപ്പതിക്കും. കാരണം ഇത് കർത്താവിൻ്റെ വരവിൻ്റെ കാലമല്ലേ. നമ്മളതല്ലേ പ്രസംഗിക്കുക, നമ്മളതല്ലേ വിശ്വസിക്കുന്നത്. നമ്മുടെ കർത്താവ് വരും. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് വരാൻ സമയമായെന്നും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലാണ് ആയിരിക്കുന്നത്. അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ ഐക്യതയുണ്ട്, അവിടെ ജയമുണ്ട്. പിന്നെ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഈ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ, എൻ്റെ നാമത്തിൽ നിങ്ങൾ 2-3 പേര് കൂടി വരുന്നിടത്ത് മീൻ 2, 3, 4 ഈവൻ എത്രയെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ യേശു ക്രിസ്തുവിനായിരിക്കണം മുഖ്യസ്ഥാനം ഉണ്ടായിരിക്കേണ്ടത്. അവിടെ വ്യക്തികൾക്കല്ല, വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ വ്യക്തി ദൈവങ്ങൾക്കുമല്ല. ഒരു സഭയിൽ മുഖ്യസ്ഥാനം അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ് മുഖ്യസ്ഥാനം. അപ്പോൾ യേശു ക്രിസ്തുവിനെ മുഖ്യമായി കാണുവാൻ, ആ യേശു ക്രിസ്തുവിന് മുഖ്യസ്ഥാനം സഭയിൽ കൊടുക്കുവാൻ, അതുപോലെ കർത്താവിൻ്റെ കൽപ്പനകൾ അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് ഗ്രഹിച്ചിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികത്തിൽ എത്തിക്കുവാനൊക്കെ ശ്രമിക്കുന്ന കൂട്ടത്തെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലുള്ളവരെന്ന് പറയുന്നത്. അല്ലാത്തവർ ഈ ലോകത്തിൻ്റെ ആരോ എവിടെയോ എന്തൊക്കെയോ അവരുടെ ആ ഇഷ്ടത്തിനും താല്പര്യത്തിനും കെട്ടിപ്പണത് എന്തോത്തിനായിരിക്കുന്നു എന്നുള്ളത് അല്ല അഭിമാനിക്കേണ്ടത് യേശു എന്നെ രക്തം നൽകി എന്നെ വീണ്ടെടുത്ത് അവൻ്റെ സഭയിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയട്ടെ. അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ദൈവത്തിനാണുള്ളത്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ ജീവപര്യന്തം നടത്തുവാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽവേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കുവാൻ, ഉറക്കുവാൻ കഴിയട്ടെ. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നുള്ള അഭിമാനത്തോടുകൂടെ നമുക്ക് സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിലൂടെ ഉപസംഹരിക്കട്ടെ.